ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെയുള്ളത് ഒരു പുതിയൊരു സാധനം കൊണ്ടാണ്. നമ്മൾ കുറേ ആഡ് ഓൺസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള ആഡ് ഓൺ ആണ് ഇത്. നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് മൈൻക്രാഫ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ മൈൻക്രാഫ്റ്റ് മൂവിയിലെ മറ്റേ പിഗ്ലിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഇല്ലേ, ആ സാധനത്തിൻ്റെ കുറേ അതേപോലെ ആ മൈൻക്രാഫ്റ്റ് മൂവിയിലെ പോലെ ഇങ്ങനെ നെതർ പോർട്ടലിൽ നിന്ന് ഇതേപോലത്തെ ഈ പന്തിനെ പോലത്തെ ഇരിക്കുന്ന സാധനമൊക്കെ വന്ന് നമ്മളെ കൊല്ലണ സീന്, മീൻസ് നമ്മളെ കൊല്ലാൻ പറ്റുന്ന സീനൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് മറ്റേ എന്താണ് അങ്ങനെ ബ്ലാ 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 അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. മൈൻക്രാഫ്റ്റ് മൂവി കണ്ടവർക്ക് എന്തായാലും നന്നായിട്ട് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കളിച്ചു നോക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. വരൂ 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 വരൂ. ഓക്കെ ഗൈസ്, വി ആർ സോ അൺലക്കി. നമ്മളൊരു വില്ലേജിലല്ല സ്പോൺ ചെയ്തിരിക്കുന്നത് ഗൈസ്. വി ആർ സോ അൺലക്കി. ഓക്കെ, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വാ അത് കൊള്ളാം കേട്ടോ, പരിപാടിയുള്ള. ഓക്കെ, നിങ്ങൾ വെൽക്കം യുവർ ഓൺ വേൾഡ്. റിമൂവ് ക്യാരക്ടർ ലൈക്ക് പിന്നെ കോണ്ടന്റ് ന്യൂ പിഗ്ലിംഗ് ബോസസ്, ന്യൂ പിഗ്ലിങ്സ്, ന്യൂ വെപ്പണ്, ന്യൂ ഐറ്റം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ന്യൂ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ആദ്യമേ തന്നെ നമുക്കിപ്പോൾ വുഡ് വേണം ഗൈസ്. അത് നമുക്ക് ഉറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഉറങ്ങാനുള്ള സെറ്റപ്പിന് വേണ്ടി നമുക്ക് കുറച്ച് ആട് വേണം. ഓ മൈ ഗോഡ്, നമുക്ക് ആടിനെ പിടിക്കാം. എങ്ങനെ ഓക്കെ ഓക്കെ, രണ്ടിറച്ചിയും ഒരു വൂളും കിട്ടി. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വില്ലേജാണ്. യെസ്, നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും വി വിൽ ട്രൈ. യെസ്, വി വിൽ ട്രൈ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ വെപ്പൺസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതെ, അടുത്ത ആടിനെ കിട്ടി ഗൈസ്. അടുത്ത ആടിനെയും കൂടെ കൊന്നു കളഞ്ഞേക്കാം. തെറിപ്പിച്ച് കളയുന്നേ. പിന്നെ ഗൈസ്, ഇതിൻ്റെ അകത്ത് എനിക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ലെതറാണ് ഗൈസ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ഈ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഒരാർമറും ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചാവും. നമ്മുടെ കയ്യിൽ ഒരു ന്യൂബിൻ്റെ സാധനമെങ്കിലും ഉണ്ടാവണം, എന്നാലേ നമ്മൾ സർവൈവായിട്ടിരിക്കുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ തീക്കരത്തേക്ക് കുറേ പശുവിനെയും ആടിനെയൊക്കെ കൊല്ലാം. ഒരാടിനെയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ അക്കായിരുന്നേനെ. അപ്പം നമുക്ക് ബെഡൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം നൈറ്റും പാസ് ചെയ്യാം. അവിടെ ഈ പശു എന്താണ് ചാവാത്ത? ഒന്നുമില്ലാത്തതുകൊണ്ടായിരിക്കും. എന്നാലും ചാവണ്ടേ, അത് ആ പശുവിൻ്റെ മര്യാദയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഗൈസ്, ഞാൻ മൊത്തത്തിൽ കണക്ക് കൂട്ടിയതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് 24 ലെതർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. മീൻസ് എല്ലാ ആർമറും ഉണ്ടാക്കാൻ പറ്റും. സോ പിന്നീട് 24 ലെതർ അങ്ങനെ ഇരുന്ന് എൻ്റെ കണക്ക് കൂട്ടൽ. ഇനിയിപ്പോൾ എൻ്റെ കണക്ക് തെറ്റിയോന്ന് എനിക്കറിയില്ല. കണക്ക് തെറ്റിയെല്ലാം കൂട്ടി ശരിയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ മൗണ്ടെയിനിലെത്തിയിരിക്കുന്നു ഗായ്സ്. ഓ ഗായ്സ്, വി ആർ സോ ലക്കി ഗായ്സ്. ഓ മൈ ഗോഡ്, നമ്മൾ ഭയങ്കര ലക്കിയാ. അടുത്ത് തന്നെ വില്ലേജ്. എൻ്റെ മോനെ സീൻ. വാ പടച്ചോനെ. ഓക്കെ ഗൈസ്, എക്സൈറ്റിങ് ആയതുകൊണ്ട് കുറേ ഹാർട്ടൊക്കെ പോയിട്ടുണ്ട്.
നമ്മൾ വില്ലേജിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇത്ര ലക്ക് എനിക്ക് ആദ്യമായിട്ടായിട്ടുണ്ടായി. നിങ്ങളുള്ള കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്ര ലക്ക് കിട്ടിയേ. തങ്കു. ഓക്കെ ഗൈസ്, ഇവിടെ അയൺ ഗോളുണ്ട്, പശുവുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റേ മൈൻക്രാഫ്റ്റ് മൂവിയിൽ കാണിക്കണ പോലെ മറ്റേ ടെക്നോ ബ്ലേഡിൻ്റെ ആ പന്നീനെ പോലെ ഇരിക്കണൊക്കെ വേണമായിരുന്നു. പക്ഷേ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ബെഡ്റോക്ക് എഡീഷനിലായിരിക്കും. നമ്മുടെ മോജാങ്കല്ലേ, നമ്മുടെ മോജാങ്ക്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ വെറുതെ അലഞ്ഞ് കിടക്കണതിന് പകരം നമുക്കൊരാടിനെ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി ഉണ്ടാവണം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് നെതർ പോർട്ടൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ഫുഡും വേണം ഗൈസ്, ഫുഡ് വേണം. 4 ചിക്കൻ ഉണ്ട്, അത് പറഞ്ഞിട്ട് അയ്യോ പറഞ്ഞ് തീർത്തില്ല, അപ്പം തന്നെ വിശന്നു ഗൈസ്. കണ്ടില്ലേ, അതാണ് പ്രശ്നം. പശു കുറച്ച് തിന്നുവാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ കൂടും. വാഹാ, അത് കൊള്ളാലോ. ഓക്കെ ഗൈസ്, നമ്മുടെ അയൺ ഗോളൊക്കെ ഇവിടെ ഉണ്ട്. അയ്യോ, ഇപ്പം അടിക്കുകയാണെങ്കിൽ ഇവൻ നമ്മളെ പറപ്പിക്കും ഗൈസ്. കാരണം ഇപ്പം ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ അവൻ എന്നെയാ വെറുതെ വിട്ടേക്കണം. അയ്യോ എന്ത് അമ്മിണിക്കുട്ടി, നമ്മുടെ സോളോ വിനർ പറയണ പോലെ അമ്മിണിക്കുട്ടി. ഓയ്യോ, പാർക്കോർ അമ്മിണിക്കുട്ടി ഗൈസ്, പാർക്കോർ അമ്മിണിക്കുട്ടി ഗൈസ്. പിഷ്കിയു എല്ലാം കിട്ടി ഗൈസ്, എല്ലാം കിട്ടി. 5 ലെതർ കിട്ടി ഗൈസ്, 5 ലെതർ. ഇനിയും വേണം നമുക്ക് കുറേ സാധനങ്ങൾ. അതെ പശു, ആട്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ നോക്കണ്ട. വെരി ഗുഡ് ബോയ്. എൻ്റെ ചെറുതെന്തി? എന്താണ് ഹാങ്ങൊക്കെ അടിക്കണം? ഹാങ്ങടിക്കല്ലേ? ഈ സാധനം വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മറ്റേതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാനിപ്പോൾ ഒരു ക്രൂരനായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞാനൊരു വളരെ വലിയൊരു ക്രൂരനാണ് ഗൈസ്. ഓക്കെ, എന്തൊക്കെയൊക്കെ ഇടാനുണ്ട്, നമുക്കതൊക്കെ പിന്നെ ചെയ്യാലേ. ദാറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മളെ മറ്റേ മൂവിലെ പോലെ പിഗ്ലിങ്സൊക്കെ വരണം, അത് നമ്മൾ അറ്റാക്ക് ചെയ്യണം എന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര എത്തിയ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒരു ബെഡും കുന്തരണ്ടൊക്കെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തി കുറച്ച് ഓക്ക് പ്ലാന്റ്സ് എടുക്കുകയാണ്. ഓക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഞാൻ ഒരു സ്റ്റിക്കും ഒരു ബെഡും, ഒരു സ്റ്റിക്കല്ല 3-5 സ്റ്റിക്കും ഒരു ബെഡും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം സ്റ്റിക്ക് വെച്ച് നമുക്ക് വേറെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് സ്വാഡ് ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് കണ്ടില്ലേ? വാ ഓസം. നമുക്ക് പുതിയ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു സ്വാഡ് ഇരിക്കട്ടെ, ഒരു കോടാലി ഇരിക്കട്ടെ, ഇതും ഇരിക്കട്ടെ. വാ ഗൈസ്, നമുക്കിതൊന്ന് ട്രൈ ചെയ്യണം ഗൈസ്. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഉന്നമില്ല ഇതിന്, അതാണ് പ്രശ്നം. എന്താണ് എന്താ കിട്ടത്ത്? കിട്ടി. കൊണ്ടേ ഞാനത് യൂസ് ചെയ്യാൻ പഠിച്ചു ഗൈസ്. എങ്ങനെ യൂസ് ചെയ്യണം? അയ്യോ എനിക്കിറങ്ങണം. ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു. ഓക്കെ ഗൈസ്, എനിക്ക് ഈ കുന്തറാണ്ട് ഇഷ്ടപ്പെട്ടു, ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഡബിൾ കോടാലി നോക്കാം. വലിയ ഇതൊന്നും ഇല്ല ഗൈസ്, വെറുതെ ആക്ഷൻ മാത്രമേ ഉള്ളൂ.
ഓക്കെ ഗൈസ്, നല്ല ഗുണമൊക്കെ ഉണ്ട്. നല്ലേ വേറെ ഉണ്ട് സാധനം ഉണ്ടാക്കാൻ. നഗട്ട അങ്ങനെ എന്തോ. അയ്യോ, ഇതെന്തൊക്കെയാണിത്? എൻ്റെ പടച്ചോനെ, കുറേ സാധനം വെറൈറ്റി. ഇതൊക്കെ എവിടെ നിന്നാ കിട്ടണേ? റെഡ് സ്റ്റോണും എനിക്കിതൊക്കെ അറിയാം. ഈ തോട്ടം എന്ന് പറയണതാണെന്ന് എനിക്കറിയാം. ഇത് മറ്റേ ബ്ലേസിനെ കൊല്ലുമ്പോൾ കിട്ടണത് അതൊക്കെ അല്ലേ? ഇതൊക്കെ നമുക്കറിയാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നോക്കട്ടെ, അറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാൻ പറ്റില്ല ഗൈസ്, കാരണം എന്താവുമെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇതിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. സോ ബൈ.